വിദേശത്ത് പഠിക്കുക എന്ന മലയാളിയുടെ ആഗ്രഹം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും എവിടെ പഠിക്കണം, എങ്ങനെ നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം, സുരക്ഷിതമായി എങ്ങനെ അവിടെ എത്തിച്ചേരാം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും വ്യക്തതയില്ല. സ്റ്റഡി വിസ കൺസൾട്ടിംഗിലെ എക്സ്പേർട്സായ സ്കൈമാർക്ക് എഡ്യൂക്കേഷന്റെ സേവനം 2010 മുതൽ ഈ മേഖലയിൽ മലയാളികൾക്ക് സഹായകമാവുകയാണ്. ഈ 5,000+ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിങ് കമ്പനികളുണ്ട് കേരളത്തിൽ. അതിനകത്തൊരു ഒരു മികച്ചൊരു സ്പേസിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് ഉണ്ട്. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു CRM ബേസ്ഡ് AI ബേസ്ഡ് സ്റ്റുഡൻറ് സപ്പോർട്ട് സിസ്റ്റം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ് റിലേഷൻ മാനേജേഴ്സ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്റ് അറൈവൽ സപ്പോർട്ട് പീപ്പിൾ ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ ലോണാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 80% സ്റ്റുഡൻസും നമ്മൾ കണ്ടിട്ടുള്ളത് ലോൺ എടുത്തിട്ടാണ് അബ്രോഡിലേക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ലോണിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ് തന്നെ നമ്മൾ ഡെസ്കിലുണ്ട് സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ്റെ. അപ്പം നമ്മളൊരു ലോൺ എലിജിബിലിറ്റി നമ്മൾ തന്നെ തന്നിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് ലോൺ കിട്ടുമെങ്കിൽ അതിന് എൻ്റെ വരെ പോയി അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള കൂടി ഒരു വിഷനും കൂടി നമ്മളെ ഫൈനാൻഷ്യൽ ടീംസിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഫണ്ട് അവൈലബിലിറ്റി ഇഷ്യൂ കൊണ്ട് മാത്രം നമ്മൾ ആ സ്വപ്നത്തിലേക്ക് പോകാതിരിക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഈ പറഞ്ഞ ലോണൊക്കെ അടച്ച് വീട്ടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കൺട്രി ചോദിച്ചാലും നമ്മൾ ചെയ്യുന്നില്ല. നമുക്കൊരു 6 to 7 കൺട്രീസ് നമ്മൾ ചെയ്യുന്നു. UK, കാനഡ, ജർമ്മനി, അയർലൻഡ്, ഫ്രാൻസ്, USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇത്രയും കൺട്രികളിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കൺട്രികളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടിങ് പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു കൺട്രിയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വിസ മാത്രമല്ല, പോസ്റ്റ് അറൈവൽ അല്ല, അവിടുത്തെ എത്തിക്കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് അല്ല, അവിടെ എത്തിക്കഴിഞ്ഞ് വിസ ചേഞ്ചിങ് ഓപ്ഷൻസ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് സ്റ്റുഡൻറ് റിലേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കൺട്രികൾ മാത്രമാണ് നമ്മൾ വി ഡു എന്ന് നമ്മൾ പറയാറുള്ളൂ. കേരളത്തിൽ നമുക്ക് കാലിക്കറ്റ് 2 ബ്രാഞ്ചുകളുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ കാലിക്കറ്റ്, അത് മാത്രമല്ല കാലിക്കറ്റുള്ള സെയിൽസ് ബ്രാഞ്ചും കൂടി ഉണ്ട്. അത് കൂടാതെ കോട്ടയത്തും കൊച്ചിയിലും കണ്ണൂരും മലപ്പുറത്തും മഞ്ചേരി നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ അപ്കമിങ് ആയിട്ട് തൃശ്ശൂരും ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും നമ്മളെ ബ്രാഞ്ചുകൾ വരാനുള്ള പ്ലാനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല UAE നമുക്കൊരു റീജിയണൽ ബ്രാഞ്ചും കൂടിയുണ്ട്. USA, ജർമ്മനി, അയർലൻഡ്, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ വർഷങ്ങളായി 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ കരിയർ ബിൽഡിംഗിൽ ഏറെ സഹായകമാകുന്നുണ്ട്. ഇപ്പോൾ 2025 ഓവർസീസ് എഡ്യൂക്കേഷൻ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ 2 കൺട്രികൾ, അതായത് USA, ജർമ്മനി ബെറ്റർ ഓപ്ഷൻ ആണ്. USA പഠിക്കാനായി പോവുക എന്നത് പലപ്പോഴും ഒരു ബാലികേറ മലയായാണ് നമ്മൾ കാണാറുള്ളത്. വ്യക്തമായ നിർദ്ദേശം കൃത്യസമയത്ത് തരാൻ പല ഏജൻസികൾക്കും പറ്റാത്തതാണ് USA വിസ ഇത്ര ബുദ്ധിമുട്ടായി തോന്നാൻ കാരണം. അവിടെയാണ് സ്കൈമാർക്ക് എഡ്യൂക്കേഷന്റെ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് നമ്മളെ സഹായിക്കാനെത്തുന്നത്. USA എന്നത് നമ്മളിൽ പലരുടെയും ഡ്രീം കൺട്രിയാണ്. എങ്കിൽ പോലും മലയാളികൾ പൊതുവിൽ പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് USA. കാരണം I-20, സർവീസ്, CPT, OPT, STEM പ്രോഗ്രാം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കോംപ്ലിക്കേഷൻസും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള തെറ്റായ ഒരു ധാരണ കാരണമാണ് മലയാളികൾ പ്രിഫർ ചെയ്യാത്തത്. ഇനി സ്റ്റഡി ഡെസ്റ്റിനേഷനായി നമ്മളെ മലയാളി സ്റ്റുഡൻസ് USA സെലക്ട് ചെയ്തെങ്കിൽ പോലും പലപ്പോഴും ഇൻപ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടൻസി ഫൈൻഡ് ചെയ്യാത്തത് കൊണ്ടും കുട്ടികളുടെ USA എന്നുള്ള സ്വപ്നം പലപ്പോഴും പല സ്റ്റുഡൻസും പാതി വഴിക്ക് ഉപേക്ഷിക്കാറാണ്. ആ ഒരു സന്ദർഭത്തിലാണ് സ്കൈമാർക്ക് കൺസൾട്ടൻസി നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് ആവുന്നത്. അതുപോലെ തന്നെ 100% എഡ്യൂക്കേഷൻ ലോൺസ് ഇന്ന് ബാങ്കുകൾ USA പഠിക്കാൻ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിസ കിട്ടിയ ശേഷം മാത്രം നമുക്ക് USA യൂണിവേഴ്സിറ്റികളിലേക്ക് ഫീസ് പേയ്മെന്റ് ചെയ്താൽ മതി. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസിലും പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് സ്റ്റുഡൻസിന് എത്തിക്കാനായിട്ടുള്ള ഒരു ചാനലാണ് ഇപ്പോൾ സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 50% മുതലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ജർമ്മനിയിൽ അവൈലബിൾ ആണ്. കൂടാതെ 65% മുകളിൽ മാർക്കുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസും നമുക്കുണ്ട്. അപ്പം ഇത്ര നല്ല ഓപ്ഷൻസ് ഉള്ള 2 കൺട്രികൾ നമുക്ക് 2025 തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകളും കൺസേൺസും ഉണ്ടാവും ഇത് 2 കൺട്രിയും ചൂസ് ചെയ്യുന്ന സമയത്ത്.
അപ്പോൾ അതിനായിട്ട് 24 ന്യൂസിൻ്റെ അസോസിയേഷനിൽ സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ ഒരു ഓൺലൈൻ എഡ്യൂ ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് October 24th. USA നിന്നും ജർമ്മനിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സും അതുപോലെ എഡ്യൂക്കേഷണൽ എക്സ്പേർട്സും പങ്കെടുക്കുന്ന എഡ്യൂക്കേഷൻ ഫെയർ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇവൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാം.